عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹ്. മനുഷ്യർക്കൊപ്പം കാലികമായ ഈ പ്രമേയം ഉയർത്തിപ്പിടിക്കുക. എന്നിട്ടോ മനുഷ്യർ തമ്മിൽ മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുക, സങ്കടങ്ങൾ അകറ്റിക്കൊടുക്കാൻ പരമാവധി ശ്രമിക്കുക. ഇതാണ് വേണ്ടത്, ഇത് തന്നെയാണ് വേണ്ടത്. അങ്ങക്ക് ഏത് കാര്യം ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം? ചോദ്യം ചോദിക്കുന്നത് മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു. ആരോടായിരുന്നു ഈ ചോദ്യം ഉതിർത്തത്? അതെ, സൂഫി ചക്രവാളത്തിലെ വെള്ളി നക്ഷത്രം സുൽത്താൻ ആരിഫീൻ ഷെയ്ഖ് അഹ്മദ് കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു മഹാനുഭവനോടായിരുന്നു. എന്താണ് ഷെയ്ഖ് റിഫാഇ തങ്ങൾ പ്രതികരിച്ചത്? എനിക്ക് ഏറ്റവും ഇഷ്ടം വിശ്വാസികൾക്ക് സന്തോഷം പകരാൻ. അതെ, തൻ്റെ ശിഷ്യഗണങ്ങളോടും തനിക്ക് വേണ്ടപ്പെട്ടവരോടുമൊക്കെ ഷെയ്ഖ് റിഫാഇ തങ്ങൾ ഈ ഉപദേശമാണ് നൽകിയത്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയൊരു ഘടകം മറ്റുള്ളവർക്ക് സ്നേഹം, അനുകമ്പ ഇത് നൽകലാണ്. അപ്പോൾ നമ്മുടെ ഹൃദയം സ്നേഹത്തിൻ്റെ, സഹനത്തിൻ്റെ, അലിവിൻ്റെ, സാന്ത്വനത്തിൻ്റെ, സഹായത്തിൻ്റെ എത്രമാത്രം നിർഗുണമാകുന്നു ഹൃദയം, അത്ര കണ്ട് നാം ജഗന്യന്താവായ അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. ആരുണ്ട് എന്നോട് ഹാജത്ത് തേടുവാൻ, ഹാജത്ത് അവർക്ക് ഞാൻ വീട്ടും അതെന്നോവർ. നിങ്ങൾക്ക് എന്താണ് ആവശ്യം? എന്താണ് നിങ്ങളുടെ വിഷമം? ഇത് ചോദിച്ച് മനസ്സിലാക്കി അതിന് പരിഹാരം കാണുക എന്നതാണ് തസൗഫിൻ്റെ, സൂഫിസത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒന്ന്. അത് കെ ജയന്തി മഹദൂം തങ്ങൾ പറഞ്ഞില്ലേ, കൽ ഹംലിൽ ഹത്തബ്. സൂഫിയാക്കളുടെ വിവിധ ഗുണങ്ങൾ അവിടുന്ന് വിശദീകരിച്ചു. അവരുടെ നോമ്പ്, ഇബാദത്ത്, നിസ്കാരം, ആരാധന, ചിലപ്പോഴൊക്കെ ജനങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടുള്ള അവരെ ആരാധനയ്ക്കായിട്ടുള്ള ഇരുത്തം, ഇതൊക്കെ പറയുമ്പോൾ ജനസേവനം അത് തസൂഫിൻ്റെ മറ്റൊരു ഏറ്റവും ഉജ്ജ്വലമായ മുഖമുദ്രയാണ് എന്ന് മഹദൂം തങ്ങൾ വിവരിക്കുക. ഈ ഒരു സ്നേഹപ്രകടനം യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഹൃദയത്തിൽ നിന്നാണല്ലോ വരുന്നത്. മനസ്സിനുള്ളിൽ കർഫ നിലനിൽക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം കാണാം. മഹാനവറുകൾ പറയാണ്, സമീഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ലാ തുൻസഉ റഹ്മത്തു ഇല്ലാ മിൻ ഷഖീൻ. റഹ്മത്ത്, അനുഗ്രഹം, കൃപ നീക്കപ്പെടുകയില്ല ഇല്ലാ മിൻ ഷഖീൻ, പരാജിതരിൽ നിന്നല്ലാതെ. അപ്പോൾ നല്ല ആളുകളാവുമ്പോൾ, സജ്ജനപ്പെട്ടവരാകുമ്പോൾ അവരുടെ മനസ്സിൽ എപ്പോഴും സ്നേഹങ്ങൾ നിറഞ്ഞു നിൽക്കും. സ്നേഹപ്രകടനങ്ങൾക്ക് അവരിൽ ഒരു ക്ഷാമവും ഉണ്ടാവില്ല. അങ്ങനത്തെവരാണ് തസൗഫിൻ്റെ മേഖലയിലെത്തുന്നത്, വലിയ വലിയ ഉന്നത പദവികളിലെത്തുന്നത്. നല്ലൊരു ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റിയും ഈ ഒരു സ്നേഹത്തിൽ അധിഷ്ഠിതമാണല്ലോ. അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു കാണാം, 3 കാര്യങ്ങൾ യോജിക്കാതെ നേതൃപദവിയിലെത്താൻ പ്രയാസമാണ്. ഒന്ന്, തൻ്റെ വിവരക്കുറവ് കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയാസം വരാൻ പാടില്ല, അവരെ മേൽ അത് കെട്ടിവെക്കാൻ പാടില്ല. നേതാവിന് എന്തെങ്കിലും വിവരക്കുറവുണ്ടെങ്കിൽ അത് താൻ സഹിക്കണം, അത് തനിക്കത് ബോധ്യപ്പെടണം എന്നാണ് അർത്ഥം. രണ്ടാമത്തത്, മറ്റുള്ളവരിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ വൈഷമ്യങ്ങൾ നേരിട്ടാൽ അതിനെ സഹിക്കാനുള്ള, സഹനത്തോടെ കാണാനുള്ള മാനസിക വീക്ഷണം. മൂന്നാമത്തത്, ഇതരിൽ നിന്ന്, മറ്റുള്ളവരിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടണം, ആ ചിന്തയല്ല. അതേസമയത്ത് തൻ്റെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് നൽകണം. അങ്ങനെയാണ് മഹാന്മാർ പറഞ്ഞ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാമല്ലോ, മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതിലാകണം ആനന്ദം ഉണ്ടാവേണ്ടത്. മതപരമായ ചടങ്ങുകൾ, ആരാധനകൾ, അതിലൊന്നും നമുക്ക് വീഴ്ച വരുത്തേണ്ടതില്ല, അതൊന്നും ചെറുതായി കാണേണ്ടതല്ല. ധാരാളം ആരാധനകളിൽ മനസ്സുകൾ കേന്ദ്രീകരിക്കണം, സമയങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതേ സമയത്ത് വിഷമിക്കുന്നതിൻ്റെ വിഷമം കേൾക്കാൻ അത് മനുഷ്യരോടൊന്നും മാത്രമല്ല, എല്ലാ വിഭാഗത്തോടും മനുഷ്യരോട് എന്തായാലും വേണം. ഷെയ്ഖ് അഹ്മദ് കബീർ റിഫാഇ തൻ്റെ ശിഷ്യഗണങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ
എത്രയോ ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണങ്ങൾ കൊടുത്ത കഥകൾ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞുവെങ്കിൽ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ എന്തായാലും അത് പരിഹരിക്കുന്ന കൂട്ടത്തിലാണ് ഷെയ്ഖ് അവറുകൾക്ക് ഏറെ താല്പര്യമുണ്ടായത്. ഒന്നില്ലേ വീട്ടിലേക്കൊരു മോഷ്ടാവ്, മഹാനവറുകൾ പുറത്തുപോയി വീട്ടിൽ വരുമ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നു. അകത്ത് കയറി വെക്കുമ്പോൾ ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ച സ്ഥലത്ത് ഒരു മോഷ്ടാവ് നിൽക്കുന്നുണ്ട്. എന്തായിരിക്കും ആ രംഗം? അതേ സമയത്ത് മോഷ്ടാവിനോട് ഷെയ്ഖ് റിഫായി തങ്ങൾ പറഞ്ഞെന്താ, ഈ ഗോതമ്പല്ല അങ്ങക്ക് നല്ലത്, ഇതിനി വീട്ടിൽ കൊണ്ടുപോയി താങ്കൾ പാകം ചെയ്യണ്ടേ, അത് ബുദ്ധിമുട്ടല്ലേ, ഞാൻ ഇവിടെ ചുട്ടുവെച്ച പാകപ്പെടുത്തിയ ഗോതമ്പിരിപ്പുണ്ട്, അത് തിന്നുവിടാം. കയ്യിൽ സഞ്ചിയുണ്ടോ ഷെയ്ഖ് ചോദിക്കുകയാണ്. ഞാൻ സഞ്ചി കാണിച്ചു കൊടുത്തു, അതിലേക്ക് ആവശ്യമുള്ള കെട്ടുകൊടുത്തു. പോകാൻ നേരത്ത് ഈ വന്ന മോഷ്ടാവിനോട് ഷെയ്ഖ് അവർ പറഞ്ഞു, ഒറ്റയ്ക്ക് പോകല്ലേ, ഇവിടെയൊക്കെ മറ്റുള്ളവരുടെ മോഷണ ശല്യവും മറ്റുമൊക്കെ ഉണ്ട്, എന്തെങ്കിലും അപകടമൊക്കെ പറ്റിയേക്കാം, ഞാനും ഒപ്പം വരാം. അത് സഹയാത്രികനായ അല്പസ്ഥലം ഷെയ്ഖ് അവറുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നു കൊടുക്കുകയാണ്. എന്തൊരു അരിവാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത്. ഷെയ്ഖ് റിഫായി തങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ അവിടുന്ന് വായിക്കാൻ കഴിയുമ്പോൾ ജലമായ നമ്മുടെ മനസ്സിനൊക്കെ ആവേശം കൊള്ളിക്കുന്ന പ്രചോദനമേക്കുന്ന ഒട്ടേറെ സംഭവങ്ങളുണ്ട്. ഒന്ന് രണ്ട് കൊച്ചു കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ ക്ഷണിക്കുകയാണ്. വക്കാന യംഷി ഇലൽ മജ്ദൂമിന വസുംന വയഗ്സിലു സിയാബഹും വയഹ്മിൽ ലഹും അത്അം വയക്രു മഅഹും വയുജാലിസുഹും. സുബ്ഹാനല്ലാഹ്, കുഷ്ഠരോഗികളിലേക്ക് മഹാനവറുകൾ നടന്നെത്തുകയാണ്. അതുപോലെ വല്ല തളർവാദമൊക്കെ പിടിച്ച് കിടക്കുന്നവരിലേക്കും. എന്നിട്ട് അവർക്ക് ആവശ്യമായ പരിചരണം നൽകുന്നു, അവരെ വസ്ത്രങ്ങൾ കഴുകി കൊടുക്കുന്നു, അവർക്ക് ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു, അവരോടൊന്നിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാൻ താല്പര്യം കാണിക്കുന്നു. ഇതെല്ലാം ഏറ്റവും വലിയ ഘടകമല്ലേ? അങ്ങനെ പരിസരങ്ങളിൽ ആരൊക്കെയാണ് രോഗികൾ, ആ രോഗ ശുശ്രൂഷ മഹാന ഷെയ്ഖ് റിഫായി തങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ദരിദ്രന്മാരുടെ കാര്യമോർക്കുമ്പോൾ ഷെയ്ഖ് അവറുകൾക്ക് വല്ലാത്ത സങ്കടമായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. പക്ഷികളോട്, കാക്കകളോട്, പൂച്ചകളോട്, പോകട്ടെ നായയോട് പോലും ഈ സ്നേഹമുണ്ട്, ഈ കൃപയുണ്ട്, അലിവുണ്ട്. ചരിത്രം നാം കേട്ടിട്ടില്ലേ? വ്രണം ബാധിച്ച, ശരീരമൊക്കെ പഴുത്ത് വളരെ ബുദ്ധിമുട്ടിയ ഒരു നായ, ജനങ്ങളൊക്കെ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാട്ടിയോടിച്ചു. എന്നാൽ ആധ്യാത്മികതയുടെ തസവ്വുഫിൻ്റെ ഉദാത്തമായ മേഖലയെത്തിയ ഷെയ്ഖ് റിഫായി തങ്ങൾ അതിനെ വേദനിപ്പിക്കുകയോ തള്ളിപ്പറയുകയോ ഓടിച്ചു വിടുകയല്ല ചെയ്തത്. അതിനെ ഒരൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി അതിന് ഷെഡ് വെച്ച് കൊടുത്തു, അതിന് ആവശ്യമായ കാര്യങ്ങളും മരുന്നൊക്കെ പുരട്ടിക്കൊടുത്തു. ഏകദേശം 40 ദിവസങ്ങളോളം ഇങ്ങനെ പരിചരണം ചെയ്ത് അതിന് സുഖം ലഭിച്ചു. തിരിച്ചു വന്നപ്പോൾ തൻ്റെ പരിചയക്കാർക്ക്, സഹകാരിക്ക് ചോദിക്കാനുണ്ടായിരുന്നു, എന്താണ് ഈ കണ്ടത്? ഇത്ര വലിയൊരു സേവനമൊക്കെ ചെയ്യാൻ ഒരു നായോട് ഇത് വലിയൊരു പുണ്യകർമ്മമാണോ എന്നുള്ള അർത്ഥത്തിലാണ് ആ ചോദ്യം. ഫഖാല, അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, നഅം ഖിഫ്തു അൻ യുഅഖിദനില്ലാഹ് യൗമൽ ഖിയാമ വയഖൂൽ അമാ ഇൻദക റഹ്മത്തുൻ ലിഹാദൽ ഖൽബ് അമാ തഖ്ശ അൻ ഇബ്തലൈതുക ബിമാ ഇബ്തലൈതു ബിഹി ഹാദൽ ഖൽബ്. ഓ, മഹാനവറുകൾ പറയാ, ഞാൻ നാളെ അന്ത്യനാളിൽ അള്ളാഹു എന്നോട് ചോദ്യം ചെയ്യുമോ എന്ന് പേടിച്ചുപോയി. നായയ്ക്ക് വിഷമം വന്നപ്പോൾ എന്തുകൊണ്ട് സഹായിച്ചില്ല എന്ന ചോദ്യം. അള്ളാഹ് ചോദിക്കൂലേ, എന്തുകൊണ്ട് ഇതിനോട് നീ കൃപ കാണിച്ചില്ല? ഈ നായനെ ഞാൻ രോഗം കൊണ്ട് പരീക്ഷിച്ചു, ഇതേപോലത്തെ ഒരു പരീക്ഷണം നിന്നെയും ഞാൻ പരീക്ഷിച്ചാൽ എന്തായിരിക്കും, നിനക്കതിൽ ആശങ്കയില്ലേ എന്ന് അള്ളാഹു ചോദിച്ചാലോ എന്ന് ഷെയ്ഖ് റിഫായി തങ്ങൾ തൻ്റെ മുന്നിൽ ചോദിച്ചവരോട് പറഞ്ഞ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നുവെങ്കിൽ, അതെ, മറ്റു മൃഗങ്ങളോടും വന്യജീവികളോടുമൊക്കെ ഈ ഒരു കൃപ കാണിച്ചു എന്നത് വരുമ്പോൾ ഇന്ന് സാന്ത്വനത്തിൻ്റെ വ്യത്യസ്തമായ പല സേവനങ്ങളും പരിസരങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. അൽഹംദുലില്ലാഹ്. പ്രത്യേകിച്ച് ഇസ്ലാമിക ഉമ്മത്ത് മറ്റുള്ളവരെ സഹായിക്കുന്നതിലൊക്കെ വളരെ പ്രചോദിതരാണ്. അത് ഖുർആൻ്റെയും ഹദീസിൻ്റെയും ഇസ്ലാമിക ചരിത്രത്തിലെ പുണ്യപുരുഷന്മാരെയുമൊക്കെ മഹോന്നതമായ അധ്യാപനങ്ങളും കണ്ടു മനസ്സിലാക്കിക്കൊണ്ടാണ് ഷെയ്ഖ് അവറുകൾ എത്രത്തോളം എന്നാൽ ഒരു കൊതുകിനോട് പോലും ഒളു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല തണുപ്പുള്ള സമയമാണ്, കൈ അനക്കാതെ വെച്ചു കൊടുക്കുകയാണ്. ചരിത്രത്തിൽ കാണാം. കാരണം ആ കൊതുക് രക്തം കുടിക്കുകയായിരുന്നു.
അതിൻ്റെ ഭക്ഷണം മുടക്കേണ്ടതില്ല എന്ന്. സൽക്കർമ്മങ്ങളെല്ലാം ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക എന്നതിനേക്കാൾ പുണ്യകരമായി മറ്റൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഗൗസുൽ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ മഹത്പ്രഖ്യാപനം കഴിഞ്ഞ ആഴ്ചകളിൽ ലോകം ചർച്ച ചെയ്യുകയുണ്ടായി. അത് മനുഷ്യരോട് ചേർന്ന് നിൽക്കുക എന്ന മതത്തിൻ്റെ സമീപനമാണ് സൂഫി സരണി. ഈ രംഗത്ത് ധാരാളം സുമനസ്സുകൾ വളരെ മാതൃകകൾ സൃഷ്ടിച്ച് മനുഷ്യ സേവനത്തിൽ ഏർപ്പെടുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കും മറ്റുള്ളവൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കി പ്രാവർത്തിക മാർഗങ്ങൾ ആവിഷ്കരിക്കുന്ന നല്ലൊരു മാതൃകാ സമൂഹമായി തീരാൻ പ്രതിജ്ഞാപ്തരാകാം. ജഗന്യന്താവായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ.